Welcome to market discussion of the day. Today, 2nd of January 2025. ഈ വർഷത്തെ ഫസ്റ്റ് മാർക്കറ്റ് ഓപ്പണിംഗ് ഡേ ആണ് ഇന്ന് എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നും പറഞ്ഞിട്ട് നമ്മൾ ആക്ച്വലി മാർക്കറ്റ് ഓപ്പൺ ആയി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ മാർക്കറ്റ് ആക്ച്വൽ ഓപ്പൺ ആവുന്നത് യു എസ് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷമായിരിക്കും. അപ്പോഴായിരിക്കും പ്രോപ്പറായിട്ടൊരു വോളിയം വരികയും മാർക്കറ്റിൻ്റെ ആ ഒരു ദിശ നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത്. ഓക്കെ, സോ എന്നത്തെയും പോലെ നമുക്ക് ഫണ്ടമെൻ്റൽസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് വലിയ ഫണ്ടമെൻ്റൽസ് ഒന്നും ഇല്ല. പക്ഷേ ഇന്ന് നമുക്ക് ഇൻഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. ഓക്കെ, UK ടൈമിംഗ് 1:30 മണിക്കാണ് ഇൻഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉള്ളത്. അപ്പോൾ ഈ ഒരു ഇൻഷ്യൽ ജോബ്ലെസ് ക്ലെയിമിനകത്ത് ഉറപ്പായിട്ടും ഒരു ഹൈ ഇമ്പാക്റ്റ് ഉണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. കാരണം ഈ ആഴ്ച വേറെ വലിയ ന്യൂസുകളൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട്. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് വൈകുന്നേരം 4 മണിക്ക് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചും ന്യൂസും ഉണ്ടാവും. ഓക്കെ, സോ അപ്പോൾ ഈ രണ്ട് ന്യൂസുകളാണ് ഇന്നുള്ളത്. അപ്പം ഇൻഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഇതിനകത്ത് ഉറപ്പായിട്ടും നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിൽ വെക്കുക. ആ ഒരു സമയം കഴിഞ്ഞിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ അതിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയാലും കുഴപ്പമില്ലാത്തൊരു കാര്യമായിരിക്കും. ഓക്കെ, സോ നേരെ നമ്മളെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ നേരത്തെ ഈ ആഴ്ച ഫുള്ളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്. എന്താണ്? റഷ്യയിൽ നിന്ന് വരുന്ന ഓയിൽ ആൻഡ് ഗ്യാസ് പൈപ്പ്, ഉക്രൈൻ ത്രൂ വരുന്ന പൈപ്പ് അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സ്റ്റോപ്പ് ചെയ്തു. അത് യൂറോപ്പിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഓക്കെ, സോ ഇപ്പോൾ യൂറോപ്പ് പറഞ്ഞിട്ടുള്ള കാര്യം അല്ലെങ്കിൽ UK ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ ഇതൊന്നും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഇല്ല എന്നുള്ള കാര്യമാണ് യൂറോപ്പും UK ഒക്കെ പറയുന്നത്. പക്ഷെ അത് എങ്ങനെ പെട്ടെന്നൊരു വോളറ്റാലിറ്റി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ് ആക്ച്വലി ഇത്. സോ ഉറപ്പായിട്ടും ഒരു ലോങ്ങർ ടേമിൽ ഇതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുകയും പെട്രോളിയം പോലത്തുള്ള ഉൽപ്പന്നങ്ങളുടെ വില കൂടുകയും ചെയ്യും. അതേപോലെ ഗോൾഡിൻ്റെ, കമ്മോഡിറ്റീസിൻ്റെ വില കൂടാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് ഇങ്ങനൊരു ന്യൂസ് വന്നതിലൂടെ ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ മനസ്സിലിരിക്കുക. ഓക്കെ, ഒരു ലോങ്ങർ ടേമിൽ ഇപ്പം അറ്റ്ലീസ്റ്റ് നമ്മൾ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നത് വരെയെങ്കിലും ഒരു സ്വിംഗ് ട്രേഡിങ്ങിലോട്ട് പോവാതിരിക്കുക. എല്ലാ ദിവസവും ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നമുക്ക് ജാനുവരി 20 വരെ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ഒരു ബെറ്റർ കാര്യം. ഓക്കെ, സോ നേരെ നമ്മൾ ടെക്നിക്കലിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് അടുത്ത തിങ്കളാഴ്ച അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ 2 ആഴ്ചത്തെ ക്ലാസ് ആയിരിക്കും. എല്ലാ ദിവസവും 1 മണിക്കൂർ വെച്ചിട്ടായിരിക്കും നമ്മളുടെ ഒരു ക്ലാസ് വരുന്നത്. രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും, വാട്സപ്പ് നമ്പർ ഉണ്ടാവും. അതിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽസിലോട്ട് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് USD JPYയിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇന്നലത്തെ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു JPYയിൽ 156 നമുക്കൊരു ബൈ ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 156 ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് ഒരു 170 പിപ്പോളം ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഓക്കെ, സോ ഇനിയും നമുക്ക് ഇപ്പോൾ അതിനുശേഷം വീണ്ടും മാർക്കറ്റ് താഴോട്ട് പോയി. ഇനി ഞാൻ ഒരിക്കലും ഇനി 156 ബൈ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം കുറച്ചും കൂടെ ഒരു ഡൗൺ ട്രെൻഡ് ആണ് ആക്ച്വലി JPY എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ ഉള്ളൊരു പോസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 162 വരെ പോകാനുള്ള പോസിബിലിറ്റി, ഓൾ ടൈം ഹൈ ഓഫ് JPY. അവിടുന്ന് നമുക്ക് ഒരു സേഫ് ആയിട്ടൊരു സെൽ എൻട്രി എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇല്ലെങ്കിൽ 156 താഴെയായിട്ട് 2 വട്ടം മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് 2 മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്സിനോ നമുക്ക് മാർക്കറ്റ് വരുന്നൊരു സമയത്ത് വീണ്ടും നമുക്ക് സെൽ ഓപ്പർച്യൂണിറ്റി അവിടെ നിന്ന് എടുക്കാം എന്നുള്ളതാണ്. 152 നമ്മൾ സെൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് 1000 പിപ്പ് 152 വരെ മാർക്കറ്റ് ഉറപ്പായിട്ടും പോകാനുള്ള പോസിബിലിറ്റിയാണ് അവിടെ കാണുന്നത്. ഓക്കെ, സോ നമുക്ക് യൂറോയിലോട്ട് നമ്മൾ വരുമ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ യൂറോപ്പിലുണ്ട്. എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് താഴെയാണ് മാർക്കറ്റ് അല്ലേ. അപ്പം മാർക്കറ്റ് ഇപ്പോൾ വന്ന് ബൈ ചെയ്യണം എന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. പക്ഷേ 1.0500 മുകളിലായിട്ടൊരു നല്ലൊരു ബൈ പോയിന്റ് ആണ്. അതിനുശേഷം 1.07
00 മുകളിലായിട്ട് ഒരുപാട് ബയേഴ്സ് പ്രസൻ്റ് ആയിട്ടുണ്ടാവും. അവിടെ നമുക്കൊരു ലോങ്ങർ ടേമിലോട്ട് വേണമെങ്കിലും യൂറോ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് 1.0500 ക്രോസ് ചെയ്യുന്നത് വരെ പ്രത്യേകിച്ച് ഒരു ട്രേഡും എനിക്ക് യൂറോയിൽ റെക്കമെൻഡ് ചെയ്യാനില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ നേരെ നമ്മൾ ജി ബി പിയിലോട്ട് വരുമ്പം ജി ബി പി ഇന്ന് രാവിലെ ചെറുതായിട്ടൊരു അപ് ട്രെൻഡ് കാണിച്ചു. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ ഏതാണ് നമ്മളുടെ ഏഷ്യ ക്ലോസ് ആവുന്നതിന് മുന്നേ ആയിട്ടുള്ളൊരു ക്യാൻഡിൽ, ഇവിടെ UK ടൈമിങ് 8 മണിക്കുള്ള ക്യാൻഡിലാണിത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ 1.0500 താഴെയായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. ഒരു പുതിയൊരു ക്യാൻഡിലും 1.2500 താഴെയായിട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഒരു ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ട്, 1 hour ക്യാൻഡിൽ. സോ അത് ഒരു ചെറിയൊരു സൂചനയാണ്, മാർക്കറ്റ് താഴോട്ട് പോകാനുള്ള ഒരു സൂചനയാണ് കാണിക്കുന്നതെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഉറപ്പായിട്ടും മാർക്കറ്റിൽ ബൈ ചെയ്ത് ഞാൻ ബൈ ചെയ്തിട്ടുണ്ട്. 1.2510 അടുത്ത് വെച്ച് ഞാൻ ബൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുക 1.2450 താഴെയായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുക എന്നുള്ള ഒറ്റ കാര്യം മനസ്സിൽ വെക്കുക. ഓക്കെ, ഉറപ്പായിട്ട് നമുക്ക് അറിയില്ല, മാർക്കറ്റാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കുക. അതിൻ്റെ കൂടെ തന്നെ മാർക്കറ്റിൽ വോളിയം ഭയങ്കര കുറവാണ്. ഓക്കെ, സോ ഉറപ്പായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ബൈ ചെയ്യുക. ഇനി ബൈ ചെയ്യുന്നുള്ള ആൾക്കാർ, കാരണം കഴിഞ്ഞ വർഷം ഇതേവരെ ഒരു വട്ടം പോലും 1.2500 താഴെയായിട്ട് മാർക്കറ്റ് നിന്നിട്ടില്ല, സസ്റ്റെയിൻ ചെയ്തിട്ടില്ല, അതിൻ്റെ താഴെയായിട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു എന്താ പറയുക, നമുക്ക് അവിടുന്ന് ഒരു ബൈ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു പോസിബിലിറ്റി ആണെന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ഉറപ്പായിട്ട് ഞാൻ വീണ്ടും ബൈ ചെയ്യാൻ പറയുന്നു. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇട്ട് മാത്രം ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അത് കാരണം ജി ബി പി ഉറപ്പായിട്ട് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ലോങ്ങർ ടേമിലോട്ട് പ്ലാൻ ചെയ്യുന്നുള്ള ആൾക്കാർ എന്താ പറയുക, നല്ലൊരു ബൈയിങ് പോയിന്റ് ആണ് 1.2500 എന്ന് പറയുന്നത്. ഓക്കെ, സോ നേരെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് ഇപ്പം നിൽക്കുന്നത് 2638. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പണിങ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ഒരു സ്ഥലത്ത്, അതായത് ഏഷ്യ ഓപ്പൺ ആവുന്നതിന് മുന്നേ ആയിട്ട്, അതായത് ഏഷ്യയിൽ കൂടുതൽ വോളിയം വരുന്ന ഒരു 7:30 മണിക്കുള്ള ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2630 മുകളിലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സോ ഉറപ്പായിട്ട് 2630 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുമുണ്ട്. അപ്പം രാവിലെ 7:30 മണിക്ക്, ഇന്ത്യൻ ടൈമിങ് 7:30 മണിക്ക് 2630 മുകളിൽ കിട്ടിയിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ഇപ്പം നല്ലൊരു പ്രോഫിറ്റിലാണ്. 32 to 38 ഓൾമോസ്റ്റ് 60 പിപ്പിൻ്റെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും. അത് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കൊരു 40-45 വരെയൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ നമുക്ക് എക്സിറ്റ് ആവും. നിങ്ങൾ അക്കോർഡിംഗ് ടു യു ആണ്. കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു 60 to 80 പിപ്സ് ഗോൾഡിൽ എന്താ പറയുക, നമുക്ക് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടുന്ന് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. കാരണം ഇപ്പം ജനുവരി 20 വരെ ഞാൻ ഒരിക്കലും ഒരു സ്വിംഗ് ട്രേഡിംഗ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം പ്രോഫിറ്റ് എടുത്ത് മാറുക, എന്ത് വേണമെങ്കിലും സംഭവിക്കാം അല്ലേ. പക്ഷേ വേണം എന്നുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഹോൾഡ് ചെയ്യാം. കാരണം ഈ യൂറോപ്പിലെ പ്രശ്നങ്ങൾ കാരണം, ഈ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ അത് കാരണം ഉറപ്പായിട്ടും മാർക്കറ്റിൽ കമ്മോഡിറ്റീസിൻ്റെ വില കൂടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ടിട്ട് വേണമെങ്കിൽ ഹോൾഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഹോൾഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും ഇൻഡിവിജ്വൽ ചോയ്സ് ആണ് അല്ലേ. സോ അതാണ് ഗോൾഡിന് എനിക്ക് പറയാനായിട്ടുള്ളത്. ഗോൾഡ് ഇനിയും താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ചെറിയ ക്വാണ്ടിറ്റി ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ചിലപ്പോൾ സീസ് ഫയർ എങ്ങാനും വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം പോവും അല്ലെ. അപ്പോൾ ഈ സമയത്ത് സീസ് ഫയർ വരുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ടെക്നിക്കാലിറ്റീസ് ഒന്നും വർക്ക് ചെയ്യില്ല. ജനുവരി 20 മുന്നേ ആയിട്ട് എല്ലാ വാറുകളും അവസാനിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് സീസ് ഫയർ വല്ലതും വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള താഴോട്ടുള്ള മൂവ്മെൻറ്റ് ഗോൾഡിൽ ഉണ്ടാവും. അതുകൊണ്ടിട്ടാണ് ഉറപ്പായിട്ടും നിങ്ങൾ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ചെയ്യണം എന്ന് വീണ്ടും പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ദിവസം എനിക്ക് പറയാനായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ മാർക്കറ്റ് ഡിസ്കഷനകത്ത് പറയാനായിട്ടുള്ള കാര്യം. ഒരുപാട് അൺസർട്ടൺ സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ് ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.